നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഭിന്നത. തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നു. അനിൽകുമാറിനെ പരിഗണിക്കണമെന്നാണ് വീണ്ടും ചില അംഗങ്ങൾ ആവശ്യമുന്നയിക്കുന്നത്. ലാൽ കൃഷ്ണ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ലാൽ, കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലമാണ്, ഏത് വിധേനയും തിരിച്ചുപിടിക്കുക എന്നുള്ളതാണോ ലക്ഷ്യം? ഈ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി രണ്ട് വിഭാഗം ഒരു വേള വലിയ തർക്കത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം കൂടി ഉണ്ടോ? അക്ഷിത, സിറ്റിംഗ് MLA-മാർ CPIM-ന് എറണാകുളം ജില്ലയിൽ 5 പേരാണുള്ളത്. ആ 5 പേരും 5 സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിക്കട്ടെ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണ കൂടിയ ജില്ലാ സെക്രട്ടേറിയറ്റിലെ തീരുമാനം. ഇതിനു പുറമെ തൃക്കാക്കര, തൃപ്പൂണിത്തുറ, എറണാകുളം അടക്കമുള്ള സീറ്റുകളിൽ ആരൊക്കെ വേണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വരും കമ്മിറ്റികൾ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അതിനിടയിലാണ് വൈപ്പിൻ MLA കൂടിയായിട്ടുള്ള KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും സാമുദായിക സമവാക്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മത്സരിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ വന്നത്. ആ തീരുമാനത്തിനെതിരെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉയർന്നത്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് വൈപ്പിൻ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു MLA കൂടിയാണ്, ഒരു വ്യക്തി കൂടിയാണ് KN ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണന്റെ പെട്ടെന്നുള്ള അഭാവവും 2 മണ്ഡലങ്ങളെയും കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് ഒരു വിഭാഗം പറഞ്ഞത്. മറുവിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയും മറ്റു കാര്യങ്ങളുമുള്ള അനിൽകുമാർ, കൊച്ചി മേയർ കൂടിയായിരുന്നു അദ്ദേഹം ജനപ്രിയൻ കൂടിയാണ്. അദ്ദേഹത്തെ ആ സീറ്റിലേക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു MLA ആയിട്ടുള്ള സിറ്റിംഗ് MLA ആയിട്ടുള്ള ആളെ അവിടേക്ക് മാറ്റേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു. ഒരുപാട് വാക്തർക്കങ്ങൾക്കൊടുവിൽ ഈ തീരുമാനം രേഖാമൂലം എഴുതി വാങ്ങിയതിനു ശേഷം സംസ്ഥാന കമ്മിറ്റിക്ക് വിടാം എന്ന തീരുമാനമാണ് ഉയർന്നത്. മാത്രമല്ല അനിൽകുമാറിന് കൂടുതൽ സ്വാധീനമുള്ള മേഖല പരിഗണിക്കണം എന്നുള്ള കാര്യം കൂടി ചർച്ചയായിട്ട് ഉയർന്നു. അതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ ചർച്ചയായിട്ട് നിൽക്കുന്ന തൃക്കാക്കര, എറണാകുളം മണ്ഡലങ്ങളിൽ ആര് വേണം എന്നുള്ളതാണ്. ഇത് CPM-ന്റെ കയ്യിലുള്ള മണ്ഡലമല്ല, എന്നാൽ പോലും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം അവിടെ ആവശ്യമാണ് എന്നുള്ളതാണ്. നേരെ മറിച്ച് കളമശ്ശേരി, കോതമംഗലം, കുന്നത്നാട്, കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ സിറ്റിംഗ് MLA-മാരായുള്ള P. രാജീവ്, ആന്റണി ജോൺ, ശ്രീനിജൻ, KJ മാക്സി എന്നിവരെ തന്നെ പരിഗണിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ സിറ്റിംഗ് സീറ്റായിട്ടുള്ള വൈപ്പിനിലും തിരിച്ചു പിടിക്കേണ്ട തൃപ്പൂണിത്തുറ അടക്കമുള്ള സീറ്റുകളിൽ ഇപ്പോഴും ഒരു ധാരണയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം എറണാകുളം സീറ്റിൽ പ്രൊഫസർ KV തോമസിനെ പരിഗണിക്കണം എന്നൊരു തീരുമാനം പല കോണുകളിൽ നിന്ന് വന്നെങ്കിലും അത് സെക്രട്ടേറിയറ്റ് ചർച്ചയ്ക്ക് എടുത്തില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.